8 മാസം പ്രായമുള്ള കുഞ്ഞിനെ പിതാവ് അടിച്ചു കൊന്നു. കുവൈറ്റിലാണ് ഞെട്ടിക്കുന്ന സംഭവം. എന്നാൽ കൊലപാതകത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പാലക്കാട് ചാലശ്ശേരിയിൽ സദാചാര ആക്രമണത്തെ തുടർന്ന് യുവാവിന് ക്രൂരമർദ്ദനം. പെൺസുഹൃത്തിനൊപ്പം ബൈക്കിൽ സഞ്ചരിച്ചതിനാണ് യുവാവിന് ക്രൂരമർദ്ദനം നേരിടേണ്ടി വന്നത്. മർദ്ദനത്തിൽ യുവാവിന്റെ വാരിയെല്ലിന് ക്ഷതവും ശരീരമാസകലം പരിക്കും പറ്റിയിട്ടുണ്ട്. സംഭവത്തിൽ കപ്പൂർ വട്ടക്കുന്ന് ഉന്നതിയിലെ കള്ളിത്തൊട്ടി വീട്ടിൽ സംഗീത്, കിഴക്കേക്കോട്ടിൽ വീട്ടിൽ ശിവൻ എന്നിവരെ പിടികൂടി. യുവതിയെ വട്ടക്കുന്നിലെ വീട്ടിൽ ബൈക്കിൽ കൊണ്ടുവന്ന് ഇറക്കിയത് കണ്ട പ്രതികൾ യുവാവിനെ ചോദ്യം ചെയ്യുകയും ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. പന്ത്രണ്ടുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ. മലപ്പുറം കൊണ്ടോട്ടിയിലെ മദ്രസയിൽ വെച്ചായിരുന്നു സംഭവം. പെരിന്തൽമണ്ണ കൊളുത്തൂർ സ്വദേശി മുഹമ്മദ് അഷറഫാണ് പിടിയിലായത്. 7 മാസം മുൻപ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് മുഹമ്മദ് അഷറഫിനെ അറസ്റ്റ് ചെയ്തത്. പീഡന പരാതി നൽകിയതിന് പിന്നാലെ അധ്യാപകൻ ഒളിവിൽ പോയിരുന്നു. ദില്ലി, അജ്മീർ, ഹൈദരാബാദ്, ഏർവാടി, ബംഗളൂരു തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു. സഹോദരൻ സഹോദരിയെ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തി. മണന്തല സ്വദേശിനിയായ 33-കാരി ഷെഫീനെയാണ് സഹോദരൻ ഷംസാദ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ആൺസുഹൃത്തുമായുള്ള ഷെഫീനയുടെ വീഡിയോ കോളുമായി ബന്ധപ്പെട്ട തർക്കമാണ് അതിക്രൂര കൊലയ്ക്ക് കാരണമായത്. ഇതേ ചൊല്ലി ഇരുവരും തമ്മിൽ വഴക്കിടുകയും ഷഫീനെ ഷംസാദ് അടിച്ചു കൊല്ലുകയുമായിരുന്നു. ആക്രമണത്തിൽ ഷഫീനയുടെ 2 വാരിയെല്ലുകൾ തകർന്ന നിലയിലായിരുന്നു. ചവിട്ടേറ്റ് 2 കൈത്തണ്ടകളും ഒടിഞ്ഞു. ഷഫീനയുടെ തുടയിൽ നിന്നുള്ള മാംസം കടിച്ചെടുത്ത നിലയിലായിരുന്നു. സഹോദരിയെ കൊലപ്പെടുത്തിയ ശേഷം ഷംസാദ് മൃതദേഹത്തിന് കാവലിരിക്കുകയും ചെയ്തു.